ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാസ്, ഹാവ് എന്നിവയെ പറ്റിയാണ്. അപ്പോൾ ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് ഉണ്ട് എന്നുള്ള അർത്ഥം വരാനായിട്ടാണ്. പിന്നീട് ഹാസിൻ്റെ കൂടെ നോയോ ഹാവിൻ്റെ കൂടെ നോയോ ചേർത്താൽ ഇല്ല എന്ന അർത്ഥവും വരും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റ് കാര്യങ്ങൾ ഐ, വി, യു, ദേ എന്നിവ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഹാവാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഹി, ഷീ, ഇറ്റ് എന്നിവ വരുവാണെങ്കിൽ ഹാസുമാണ് ചേർക്കുന്നത്. കൂടാതെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഹാവാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ബട്ടർഫ്ലൈ ഹാസ് എ ബ്യൂട്ടിഫുൾ വിങ്സ്. അതുപോലെ ബേർഡ്സ് ഹാവ് എ നെസ്റ്റ്. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഐ ഹാവ് എ ഡ്രീം. എനിക്കൊരു സ്വപ്നമുണ്ട്. ഐ ഹാവ് നോ ഐസൈറ്റ്. എനിക്ക് കാഴ്ചശക്തി ഇല്ല. യു ഹാവ് ക്ലാസ് ടുഡേ. നിനക്കിന്ന് ക്ലാസ് ഉണ്ട്. യു ഹാവ് നോ സിൻസിയറിറ്റി ഇൻ യുവർ വർക്ക്. നിനക്ക് ജോലിയിലൊരു ആത്മാർത്ഥത ഇല്ല. അടുത്തത് ഹീ ഹാസ് കമ്പങ്ഷൻ എന്ന് വെച്ചാൽ അയാൾക്ക് കുറ്റബോധമുണ്ട്. അവർ ബാത്റൂം ഹാസ് നോ ലോക്ക്. ബാത്റൂം എന്ന് പറയുന്നത് ഇറ്റ് എന്നുള്ള മീനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വരുമ്പോൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ബാത്റൂമിന് പൂട്ട് ഇല്ല. ഷീ ഹാസ് എ ലോഡ് ഓഫ് പ്രോബ്ലംസ്. അവൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആൻ അംബ്രല്ല ഹാസ് ഗോട്ട് 8 ഈവ്സ്. ഒരു കുടയ്ക്ക് 8 ഇറമ്പുകളുണ്ട്. അടുത്തത് വി ഹാവ് 5 സെൻസ് ഓർഗൻസ്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. വിയുടെ കൂടെ ഹാവ് വന്നു. ദേ ഹാവ് മെനി സിമിലാരിറ്റീസ്. അവർക്ക് ധാരാളം സാമ്യതകൾ ഉണ്ട്. അവർ ദേ എന്ന് പറഞ്ഞിരിക്കുന്നതും വി എന്ന് പറഞ്ഞിരിക്കുന്നതും പ്ലൂറലാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ടത് ഡു പ്ലസ് ഹാവ്. ഡു പ്ലസ് ഹാവ് വരുമ്പോൾ അത് ഹാവായിട്ട് തന്നെ മാറും. ഡസ് പ്ലസ് ഹാവ് വരുമ്പോൾ അത് ഹാസായിട്ടാണ് മാറുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഐ, വി, യു, ദേ പിന്നെ പ്ലൂറൽ എന്നിവയുടെ കൂടെയൊക്കെ ഡോണ്ട് ഹാവ് ആണ് വരുന്നത്. അതുപോലെ ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ ഡസിൻ്റ് ഹാവുമാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഐ ഡോണ്ട് ഹാവ് ബ്രദേഴ്സ്. എനിക്ക് സഹോദരന്മാരില്ല. വി ഡോണ്ട് ഹാവ് സ്റ്റോക്ക് ഹിയർ. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് ഇല്ല. യുവർ ഷൂസ് ഡോണ്ട് ഹാവ് മച്ച് ഷൈനിങ്. താങ്കളുടെ ഷൂവിന് നല്ല തിളക്കമില്ല. യുവർ ഷൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്ലൂറൽ ഫോം ആയതുകൊണ്ടാണ് ഡോണ്ട് ഹാവ് യൂസ് ചെയ്തത്. അടുത്തത് ഷീ ഡസിൻറ്റ് ഹാവ് സിംപ്ലിസിറ്റി. അവൾക്ക് എളിമയില്ല. ഹി ഡസിൻറ്റ് ഹാവ് എ വൈഡ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. അയാൾക്ക് വലിയൊരു സുഹൃത്ത് വലയമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ ഫോമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡൂവിൻ്റെ കൂടെ ഐ, വി, ദേ, യു വന്നിട്ട് ഹാവ് ചേർക്കുക. പിന്നെ ബാക്കി സെൻറ്റൻസ് ഫില്ല് ചെയ്യുക. അതുപോലെ അടുത്തത് ഡസിൻ്റെ കൂടെ ഹി, ഷീ, ഇറ്റ് വന്നതിന് ശേഷം ഹാവ് ചേർക്കുക. പിന്നെ നമ്മൾ ബാക്കി സെൻറ്റൻസ് ഫില്ല് ചെയ്യുക. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡസ് ഷീ ഹാവ് എനി ഇല്ലിസിറ്റ് റിലേഷൻ വിത്ത് ഹിം. അവൾക്ക് അയാളുമായി എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ? ഓക്കെ. ഡു യു ഹാവ് ബിലീഫ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണാനന്തര ജീവിതത്തിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഡസ് വന്നാലും ഡു വന്നാലും നമ്മൾ എന്താണ് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഹാവാണ് ചേർക്കുന്നത്. ഡസ് ദ വാട്ടർ ഹാവ് കളർ. വെള്ളത്തിന് നിറമുണ്ടോ? ഓക്കെ. ഡു യു ഹാവ് മൈ കോണ്ടാക്ട് നമ്പർ. നിനക്ക് എൻ്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റാണിത്. ഡോണ്ട് യു ഹാവ് ബ്രദേഴ്സ്. താങ്കൾക്ക് സഹോദരന്മാർ ഇല്ലേ? അതുപോലെ ഡോണ്ട് യു ഹാവ് ഈവൻ 10 bucks വിത്ത് യു. നിൻ്റെ കയ്യിൽ ഒരു 10 രൂപ പോലും എടുക്കാനില്ലയോ? അടുത്തത് ഡസ് യുവർ ബ്രദർ ഹാവ് എനി പ്രൊഫഷൻ. താങ്കളുടെ സഹോദരന് എന്തെങ്കിലും ജോലി ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നോ, ഹി ഹാസ് നോ പ്രൊഫഷൻ എന്ന് നമുക്ക് പറയാം.
അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഹാസും ഹാവും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഹൈസ്കൂൾ ക്ലാസ്സിലുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.